ഹലോ നീറ്റ് ആസ്പിറൻസ്. അപ്പോൾ ഈ വർഷത്തെ മെയ് 3-നുള്ള നീറ്റ് എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ്. സോ ഇന്നലെ NTA പുതിയതായിട്ട് ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സാമിനുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ലാസ്റ്റ് ഓപ്ഷനാണ് NTA ഇപ്പോൾ തന്നിരിക്കുന്നത്. മാർച്ച് 14th വരെയാണ് ഈ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ച് 14th മുന്നേ തന്നെ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇതിൽ ഒരു 3 കാറ്റഗറി ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരാളുടെ പേരോ ക്വാളിഫിക്കേഷനോ ഒക്കുപ്പേഷനിലോ ഉള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരാളുടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റെപ്പ് 2 വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ് 10th 12th ഡീറ്റെയിൽസ്, നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ സബ് കാറ്റഗറി, പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് 12th പാസ്സായ സ്റ്റേറ്റ് ഏതാണോ അതിൻ്റെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങൾ എത്രാമത്തെ തവണയാണ് നീറ്റ് എഴുതുന്നതെന്നുള്ളത് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ. ഇത്രയാണ് സ്റ്റെപ്പ് 2 അവർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് സ്റ്റെപ്പ് 3 വരുമ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന സിറ്റി, ഇനി പുറത്ത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സിറ്റി ചേഞ്ച് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ചേഞ്ച് ചെയ്യാം. പിന്നെ ആധാർ ലിങ്ക് ചെയ്യാതെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാറ്റഗറി അല്ലെങ്കിൽ സബ് കാറ്റഗറി ചേഞ്ച് ചെയ്യുമ്പം ഫീസിൽ ഡിഫറൻസ് വരും. ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ ഫീസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പേ ചെയ്ത എമൗണ്ടിൽ നിന്ന് റീഫണ്ട് കിട്ടത്തില്ല. അഥവാ ഇനി കൂടുതലാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. സോ ഇത്രയാണ് NTA പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ്. ആൻഡ് ഒന്നും കൂടെ പറയാം, മാർച്ച് 14th ആണ് ലാസ്റ്റ് ഡേറ്റ്. ഇത് നിങ്ങൾക്ക് ഈ കൊല്ലം നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക. ആൻഡ് അവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ ചെയ്യുക. താങ്ക് യു.